എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? സൺഡേ എല്ലാവരും റെസ്റ്റിലായിരിക്കും അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. ഓവർ തിങ്കിങ് ഒന്നും വേണ്ട. എല്ലാം നല്ലതായി വരുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. ഓക്കെ. അപ്പം നമുക്ക് ഇന്ന് നോക്കാം. എനിക്ക് ചിലരുടെ മെസ്സേജസിൽ ഉണ്ടായിരുന്നു, ആ പാർട്ട്ണർ ചീറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊന്ന് നോക്കാവോ എന്ന്. അപ്പം നമുക്ക് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് അതൊരു കാർഡ് പുൾ ഔട്ട് ചെയ്ത് നോക്കാനേ പറ്റുള്ളൂ. ജനറൽ റീഡിങ്ങിൽ അങ്ങനെ ഒരു ഇതെടുത്തിട്ട് എന്താ പറയുക, അതിൻ്റെ ബേസിസിൽ നിങ്ങളൊന്നും തീരുമാനിക്കാൻ പാടില്ല. അതൊക്കെ ഒരു പേഴ്സണൽ റീഡിങ് വഴി മാത്രം തന്നെ നോക്കി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. കാരണം ഒരു സ്പെസിഫിക് പേഴ്സൺ ചീറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അവരുടെ കാർഡ് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ജനറലി ഇപ്പം ഞാൻ പറഞ്ഞു, ഇൻറ്റൻഷൻസ് നോക്കിത്തരാം. നിങ്ങളുടെ പേഴ്സൻ്റെ ഇൻറ്റൻഷൻസ് ജനറൽ റീഡിംഗ് ആയിട്ട് നോക്കിത്തരാം. അതിന് ഞാനൊരു ചോയ്സ് തരാം. ഞാൻ 2 ഡെക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഡെക്ക് 1, ഡെക്ക് 1, ഡെക്ക് 2. ഓക്കെ. ഇതിൽ ഏതെങ്കിലും ഒരു പൈല് ചൂസ് ചെയ്തോളൂ. പൈൽ നമ്പർ 1 വേണോ, ഇത് പൈൽ നമ്പർ 1, ഇത് പൈൽ നമ്പർ 2, ഏത് വേണം എന്ന് ചൂസ് ചെയ്തോളൂ. അത് വെച്ചിട്ട് നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ ഇൻറ്റൻഷൻസ് എന്താണ്, എത്രത്തോളം അവർ ജെന്യുവൻ ആണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ. പിന്നീട് അങ്ങോട്ട് അടുത്ത ദിവസങ്ങളിൽ ലേറ്റ് നൈറ്റ് തോട്ട്സ് അങ്ങനെയൊക്കെ നോക്കാം. അടുത്ത ലൈവ് വെനസ്ഡേ വരുന്നുണ്ട് കേട്ടോ. സബ്സ്ക്രൈബേഴ്സ് ലൈവ് തന്നെയാണ്, വെനസ്ഡേ വരുന്നുണ്ട്. ഓക്കെ. ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത് കേട്ടോ. പേഴ്സണൽ റീഡിങ്ങിൽ കൂടി മാത്രമേ നിങ്ങളുടെ പേഴ്സൻ്റെ യഥാർത്ഥ ഇൻറ്റൻഷൻസ്, യഥാർത്ഥ സിറ്റുവേഷൻ എല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ റീഡിങ്ങിലേക്ക് പോവാം നമുക്ക്. ഫയൽ നമ്പർ 2 മാറ്റി വെച്ചിട്ടുണ്ട്. ഫയൽ നമ്പർ 1, ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സ് ഒരാളെ സ്നേഹിക്കുന്നുണ്ട്, വളരെയധികം സ്നേഹത്തിലാണ്. അവർ ഇൻ കോണ്ടാക്റ്റ് ആവട്ടെ, നോ കോണ്ടാക്റ്റ് ആവട്ടെ, എന്ത് തരം റിലേഷൻ ആവട്ടെ, നോർമൽ ലവ് റിലേഷൻഷിപ്പ് ആവട്ടെ, എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആവട്ടെ, സെയിം ജെൻഡർ റിലേഷൻഷിപ്പ് ആവട്ടെ, എന്ത് തരം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവട്ടെ, എന്ത് തരം റിലേഷൻ ആയാലും അവരുടെ പേഴ്സൻ്റെ ആക്ച്വൽ ഇൻറ്റൻഷൻസ്, ഉദ്ദേശ്യം എന്താണ് അവരോട് എന്നാണ് എനിക്കറിയേണ്ടത്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ യഥാർത്ഥത്തിലുള്ള ഇൻറ്റൻഷൻസ് എൻ്റെ വ്യൂവേഴ്സിനായിട്ട്, അവരുടെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശ്യം എൻ്റെ വ്യൂവേഴ്സിനോട് എന്താണ് എന്ന് കാണിച്ചു തരും. അവരെ സ്നേഹിച്ച് കൂടെ നിൽക്കാനാണോ, അവരെ ചതിക്കാനാണോ, വേറെ എന്തെങ്കിലും ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ടാണോ, ഫൈനാൻഷ്യലിയോ ഫിസിക്കലിയോ ഉള്ള എന്തെങ്കിലും രീതിയിലുള്ളൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ അവർ കണക്റ്റഡ് ആയിരിക്കുന്നത് എന്ന് ഒന്ന് പറഞ്ഞു തരും. കാർഡ് വീണു, എന്താണെന്ന് നോക്കിയിട്ടില്ല കേട്ടോ. 6 of Cups, എടുക്കുകയാണേ. നമഃശിവായ. 9 of Cups, Page of Cups, King of Cups, very good. Chariot, 4 of Pentacles, 6 of Pentacles, Wheel, Judgment, Sun. 2 കാർഡ് വന്നു, രണ്ടും എടുക്കാം. എംപ്രസും ടെമ്പറൻസും. ഇതിൽ എവിടെയെങ്കിലും ഒരു ചീറ്റിംഗ് എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഫയൽ നമ്പർ 1കാരോടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ കുറേ നാളായില്ലേ എൻ്റെ കാർഡ് എടുക്കുന്ന രീതികളൊക്കെ കാണുന്നു. നിങ്ങൾക്ക് ഇതിൽ എവിടെയെങ്കിലും ഒരു ചീറ്റിംഗ് എനർജി ഫീൽ ചെയ്തോ? ബോട്ടം ഓഫ് ദി ഡെക്ക് വന്ന് 5 of Cups. 5 of Cups എന്താണ്? മിസ്സിങ് എനർജിയാണ്. ഓക്കെ. ഫയൽ നമ്പർ 1കാർക്ക് എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്യുന്നുണ്ടെന്ന് കേട്ടോ. ഇത് ജെന്യുവൻ ആയിട്ട് അവർ നിങ്ങളുടെ അടുത്ത് സ്നേഹം തന്നെയാണ് എന്ന് തന്നെയാണ് എനിക്ക് കിട്ടുന്നത്.
സിക്സ് ഓഫ് കപ്സ് വെച്ച് ഏത് സമയവും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളിലാണ്. ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനൊക്കെ അവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. നിങ്ങളുടെ ചിന്തകൾ അവർക്ക് തുടർച്ചയായി വന്നുകൊണ്ടിരിക്കും. നിങ്ങളുടെ ഇടയിലുള്ള സംഭാഷണങ്ങൾ, നിങ്ങൾ സ്പെൻഡ് ചെയ്ത മൊമെൻറ്റ്സ് എല്ലാം തന്നെ അവർ വളരെയധികം സ്നേഹത്തോടെയും ഒരു നല്ല മെമ്മറി ആയിട്ട് അവർ വീണ്ടും വീണ്ടും ഓർക്കാറുണ്ട്. നിങ്ങളൊരു 5 മിനിറ്റ് സംസാരിച്ചതായിരിക്കാം. അതെന്ത് തന്നെ ആവട്ടെ, അത് തുടർച്ചയായിട്ട് അവർ ഓർക്കാറുണ്ട് കേട്ടോ. 9 ഓഫ് കപ്സ് വെച്ച് നിങ്ങൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. പേജ് ഓഫ് കപ്സ് വെച്ച് എന്നും നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ ഇരിക്കണം, സംസാരിക്കണം. ഇവർ ഓൺലൈനായിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന എല്ലാം തന്നെ ശ്രദ്ധിക്കാറുണ്ടായിരിക്കും. നിങ്ങളെ വന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് സമ്മാനങ്ങൾ തരണം, അങ്ങനെയെല്ലാം അവർ ചിന്തിക്കാറുണ്ട്. ഓക്കെ. കിങ് ഓഫ് കപ്സ് വെച്ച് വളരെയധികം സ്നേഹം തന്നെയാണ്. ഒരു പക്ഷേ അവർ ഓവറായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ അറിയാത്തൊരു വ്യക്തിയായിരിക്കാം കേട്ടോ. ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്നേഹം പ്രകടിപ്പിക്കാനൊന്നും ഇവർക്ക് അറിയണ്ടാവില്ല, പക്ഷെ മനസ്സിൽ നിറയെ സ്നേഹമാണ് ഇവർക്ക്. ഓക്കെ. ചാരിയറ്റ് വെച്ച് നിങ്ങളുമായിട്ടുള്ള റിലേഷൻ ആലോചിച്ചുറപ്പിച്ച് തീരുമാനിച്ച ഒരു ഉറച്ച തീരുമാനം തന്നെയാണ്. ഓക്കെ. എന്തൊരു വിദൂര നിങ്ങളുടെ ഇടയിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ, ലോങ് ഡിസ്റ്റൻസിലൊക്കെ ആണെങ്കിൽ എത്രയും വേഗം നിങ്ങളെ വന്ന് കാണണം എന്നൊക്കെ തന്നെ അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. തുടർച്ചയായിട്ട് നിങ്ങളെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ ഈ ലോങ് ഡിസ്റ്റൻസ് അവരെയും വല്ലാതെ ബോധർ ചെയ്യുന്നുണ്ട്. ലോങ് ഡിസ്റ്റൻസിലുള്ളവരുടെ കാര്യമായി പറയുന്നത്. ഓക്കെ. നിങ്ങളുടെ കാര്യത്തിൽ അവർ കുറച്ച തീരുമാനം തന്നെയാണ്. അവർ ഡൗട്ട്ഫുൾ ഒന്നും അല്ല. അവിടെ ഒരു ചീറ്റിംഗ് എനർജി ഒന്നും തീർച്ചയായിട്ടും കാണുന്നില്ല. നിങ്ങളെക്കുറിച്ച് വളരെ പ്രൊട്ടക്റ്റീവായിട്ടും വളരെ സംരക്ഷിക്കണം നിങ്ങളെ ചേർത്ത് പിടിച്ചെന്നാണ് അവരുടെ ആഗ്രഹം. പൊസസീവ്നെസ്സും ഉണ്ട്. നിങ്ങളെ മറ്റാർക്കും വിട്ടുകൊടുക്കാനൊന്നും അവർക്ക് സാധിക്കില്ല. ഓക്കെ. നിങ്ങൾ മറ്റാരോടെങ്കിലും ഒന്ന് ചിരിച്ച് സംസാരിക്കുന്ന പോലും ഇവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. ഓക്കെ. അങ്ങനത്തെ ഒരു രീതി. എന്തിനാ ഇപ്പം 2 ദിവസം നിങ്ങളൊരു ഫ്രണ്ടിൻ്റെ കൂടെ പുറത്തു പോയി, അതുപോലും ഇവർക്ക് സഹിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും. ഓക്കെ. 6 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണമെന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. സ്നേഹം തന്ന് സ്നേഹം കൈപ്പറ്റണം എന്നുള്ള ചിന്ത തന്നെയാണ് അവർക്ക് ഉള്ളത്. ഓക്കെ. അതേപോലെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസും അവർ ഏറ്റെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. അത് എപ്പോഴും അങ്ങനൊരു ചിന്ത വരിക, നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണം എന്ന് വിചാരിക്കുന്ന അവിടെയാണ് അങ്ങനെ ഒരു ഫീലിംഗ് വരിക അല്ലേ. ആ വിചാരം അവർക്കുണ്ട് കേട്ടോ. വീൽ ഓഫ് ഫോർച്യൂൺ വെച്ചിട്ട് നല്ല കാലം ഉടനെ തന്നെ നിങ്ങളുടെ ലൈഫിൽ വരും എന്നും അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ, എന്താ പറയുക, രണ്ടുപേരും 2 സ്ഥലത്തായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഒന്നിച്ചിട്ടില്ല, യൂണിയൻ നടന്നിട്ടില്ല. ആ യൂണിയൻ എത്രയും വേഗം നടക്കും എന്ന് തന്നെ ഇവർ ഹോപ്പ് ചെയ്യുന്നുണ്ട്. എന്ത് തടസ്സങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്ത് നിങ്ങൾക്കൊരു ഗുഡ് ലക്ക് സിറ്റുവേഷൻ വരും എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ. ജഡ്ജ്മെൻറ്റ് വെച്ചിട്ട് നിങ്ങൾക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിനും വേണ്ടിയിട്ട് ഇവരെന്നും പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. സ്പിരിച്വലി ഇവർ വളരെയധികം ഡിവൈനിനെ ഡിപ്പെൻഡ് ചെയ്ത് പ്രാർത്ഥിക്കാറുണ്ട് നല്ലതിന് വേണ്ടിയിട്ട്. ഓക്കെ. വിധി നല്ല രീതിയിൽ തന്നെ വരണം എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കാറുണ്ട്. ഡിവൈനിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് എന്നും ഉണ്ടാവണം എന്നുള്ള രീതിയിലൊക്കെ അവർ ചിന്തിക്കാറുണ്ട്. അതുണ്ടെന്ന് അവർ ഉറച്ച് വിശ്വസിക്കുന്നുമുണ്ട് കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ അത്യാവശ്യം സ്പിരിച്വൽ ആയിട്ടൊക്കെ ഉള്ളൊരു വ്യക്തിയായിരിക്കും. ദൈവവിശ്വാസം നല്ലപോലെ ഉള്ളൊരു വ്യക്തിയായിരിക്കണം കേട്ടോ. സൺ വെച്ചിട്ട് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ. നിങ്ങളും അങ്ങനെയാണെന്ന് അവർക്ക് തോന്നാറുണ്ട് കേട്ടോ. രണ്ടുപേരും പരസ്പരം ഹാപ്പിനെസ് കൊടുക്കുന്നു. നിങ്ങളെ കാണുമ്പോൾ അവരുടെ മുഖത്തൊരു ചിരി വരും. അത് വളരെ പ്രകാശമുള്ളൊരു ചിരി അവർക്ക് വരും. നിങ്ങൾക്കും അതുപോലെ തന്നെയാണ്. അവരെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം ഫീൽ ചെയ്യുകയും വളരെ പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുകയും അങ്ങനെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരു എംപ്രസ് ആയിട്ടാണ് അവരുടെ ലൈഫിൽ കാണുന്നത്. ഓക്കെ. എംപ്രസ് പറയുമ്പോൾ എന്താണ്, ഇവർ നിങ്ങൾ കൊടുത്ത ആ സ്നേഹം, ആ കെയർ, അതൊക്കെ അവർക്ക് അത്രയ്ക്ക് വിലമതിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. വെച്ചാൽ നിങ്ങൾ അവരുടെ ലൈഫിൽ എന്നും വേണം, നിങ്ങളെന്നും കാണണം, നിങ്ങളുടെ സംസാരം കേൾക്കണം, നിങ്ങളുടെ കെയർ അനുഭവിക്കണം. അതൊക്കെ അവർ തീർച്ചയായിട്ടും ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ തന്നെയാണ് അവർ അവരുടെ കുഞ്ഞുങ്ങളുടെ അച്ഛൻ അമ്മ സ്ഥാനത്ത് അത്രയും ഉയർന്ന ലെവലിൽ വെച്ച് കാണുന്നത് നിങ്ങളെ തന്നെയാണ്. ഓക്കെ. ടെമ്പറൻസ് വെച്ചിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ഈക്വൽ ബാലൻസിൽ എത്തണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. വീണ്ടും നിങ്ങളുടെ പേഴ്സൺ ഒരു
നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആയിരിക്കാം. ഇത്തിരി ഹൈലി സ്പിരിച്വൽ ലെവലിൽ ചിന്തിക്കുന്ന വ്യക്തികളാണ്. രണ്ടുപേരും തന്നെ ആയിരിക്കാനും സാധ്യതയുണ്ട്. ഈവൻ സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളും ആയിരിക്കാം കേട്ടോ. പാസ്റ്റ് ലൈഫ് കണക്ഷൻ വളരെ കൂടുതലായിട്ട് എനിക്കിതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ജഡ്ജ്മെന്റ്, ടെമ്പറൻസ്, സൺ കാർഡ്, അതെല്ലാം വെച്ചിട്ട് നമുക്ക് ഒരു പാസ്റ്റ് ലൈഫ് 6 ഓഫ് കപ്സ് അതൊക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് വല്ലാത്തൊരു തരം പാസ്റ്റ് ലൈഫ് കണക്ഷൻ നമുക്കവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, 5 ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് കാണുന്നു. നിങ്ങൾ ഈ സമയത്ത് ഡിസ്റ്റൻസിലാണെങ്കിൽ, ലോങ് ഡിസ്റ്റൻസിലൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് എന്ന് കാണുന്നു. ഇവിടെ എവിടെയെങ്കിലും ഒരു ചീറ്റിംഗ് എനർജി നിങ്ങൾക്ക് കിട്ടിയോ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും? എനിക്ക് അങ്ങനെ കിട്ടിയില്ല. ഓക്കെ, കുറച്ച് കാർഡ്സ് കൂടി എടുക്കാം നമുക്കൊരു കൺഫർമേഷന് വേണ്ടിയിട്ട്. ഇവരുടെ ഇന്റൻഷൻസ് എന്താണെന്ന് പറഞ്ഞു തരൂ ഡിവൈൻ. ഏസ് ഓഫ് പെന്റക്കിൾസ് നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ്ങിൽ എത്തണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ലവേഴ്സ്, ഇത് എന്ത് ബാഡ് ഇന്റൻഷൻ ആണ് അല്ലേ? അവിടെ വീണ്ടും ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ഒരുപാട് സ്നേഹിക്കുന്നു, പ്രൊട്ടക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അട്രാക്ഷനും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ഒരു ലൈഫ് പാർട്ട്ണറിന് വേണ്ടതായിട്ടുള്ള എല്ലാ തരം എന്താ പറയുക ഫീലിങ്സും അവർക്ക് നിങ്ങളുടെ അടുത്ത് തോന്നുന്നുണ്ട് എന്ന് തന്നെയാണ് അവിടെ കാണുന്നത്. നിങ്ങളെ കാണാതിരിക്കുമ്പോൾ വല്ലാത്തൊരു മിസ്സിങ് എനർജിയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് എന്നും കാണുന്നു. പേജ് ഓഫ് പെൻറ്റക്കിൾസ് നിങ്ങളുമായിട്ട് എന്നും കണക്റ്റഡ് ആയിരിക്കണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. എത്ര കാലമായാലും ലൈഫ് ലോങ് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാവണം എന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ എല്ലാ തരം അപ്ഡേറ്റ്സും കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ആക്റ്റീവ് ആണെങ്കിൽ അവിടെ എല്ലാം ഇവർ നിങ്ങളെ ഫോളോ ചെയ്യാറുണ്ട്. നിങ്ങൾ എന്ത് അപ്ഡേറ്റ് ഇട്ടാലും അതെല്ലാം നോക്കുന്നുണ്ടാവും കേട്ടോ. കാരണം നിങ്ങൾക്ക് സുഖമാണോ, നിങ്ങൾ ഓക്കെ ആണല്ലോ, നിങ്ങളുടെ കാര്യങ്ങൾ എന്താണ് എന്നറിയാനുള്ളൊരു ആഗ്രഹം കൊണ്ട് അവർ നോക്കുന്നതാണ്. എന്നാൽ നിങ്ങൾ എത്രയ്ക്ക് കെയർ ആണ് അവർക്ക്, അതുകൊണ്ടാണ്. ഓക്കെ, ഏസ് ഓഫ് കപ്സ്, നീ എന്താ പറയണ്ടേ, ലവേഴ്സിന് താഴെ ഏസ് ഓഫ് കപ്സ്. തീർച്ചയായിട്ടും ഒരുപാട് 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 സ്നേഹമാണ് നിങ്ങളുടെ പേഴ്സണ് കേട്ടോ. ഇവിടെ ഒരിക്കലും എനിക്ക് ഈ ഒരു ഗ്രൂപ്പിൽ എനിക്കൊരു ചീറ്റിംഗ് എനർജി കിട്ടിയതേ ഇല്ല. ഓക്കെ, 8 ഓഫ് വാൺസ് വെച്ചിട്ട് വീണ്ടും ഒരു സ്പീഡി ആക്ഷൻ നിങ്ങൾക്ക് വേണ്ടി എടുക്കണം. കമ്മ്യൂണിക്കേഷനിൽ ഇല്ലാത്തവർ, പ്രസന്റ് ഇല്ലാത്തവർ തീർച്ചയായും ഒരു കമ്മ്യൂണിക്കേഷനിൽ വരണമെന്നവർ ചിന്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. പെട്ടെന്ന് തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ഓൾ ഓഫ് എ സഡൻ നിങ്ങൾ വിചാരിച്ചിരിക്കാത്ത സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് നിങ്ങളെ റെസ്പെക്റ്റുമാണ് നിങ്ങളുടെ പേഴ്സണ്. നിങ്ങൾ വളരെ ബോൾഡായിട്ട് ധൈര്യശാലിയായ ഒരു വ്യക്തിയാണ് എന്നവർക്ക് തോന്നാറുണ്ട്. ഓക്കെ, ബഹുമാനമാണ് നിങ്ങളോട്, സ്നേഹമാണ്. നിങ്ങൾ സ്വയം നന്നായി സമ്പാദിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. അതുകൊണ്ട് തന്നെ അവർക്ക് റെസ്പെക്റ്റും ഉണ്ട് നിങ്ങളുടെ അടുത്ത് കേട്ടോ. അങ്ങനെ സ്നേഹത്തോടൊപ്പം റെസ്പെക്റ്റും കീപ്പ് ചെയ്യുന്ന ആളാണ് നിങ്ങളുടെ വ്യക്തി. അവരൊരിക്കലും നിങ്ങളെ ചീറ്റ് ചെയ്യണമെന്ന് അവിടെ ആഗ്രഹിക്കുന്നില്ല. നല്ല ഇൻറ്റൻഷൻസ് തന്നെയാണ്. പലരും ഒരു ഈക്വൽ ഷെയർ ഓഫ് റെസ്പോൺസിബിലിറ്റി എടുക്കണമെന്ന് തന്നെയാണ് ചിന്തിക്കുന്നത്. പലരും നിങ്ങളുമായിട്ടൊരു കുടുംബം ഫോം ചെയ്യണം, കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ജീവിക്കണം, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ബാലൻസിൽ എത്തിക്കണം എന്നൊക്കെ തന്നെയാണ് ചിന്തിക്കുന്നത് കേട്ടോ. ഈ ഗ്രൂപ്പിൽ എനിക്കൊരു ചീറ്റിംഗ് എനർജി കിട്ടിയില്ല. ഇനി പൈൽ നമ്പർ 2 കാർക്ക് നമുക്ക് നോക്കാം. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സ് ഒരാളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. അത് ഏത് തരം റിലേഷൻ ആയാലും, നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആവട്ടെ, ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ആവട്ടെ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവട്ടെ, എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആവട്ടെ, സെയിം ജെൻഡർ റിലേഷൻഷിപ്പ് ആവട്ടെ, എന്ത് തരം റിലേഷൻഷിപ്പ് ആയാലും ശരി, എൻ്റെ വ്യൂവേഴ്സിനായിട്ടുള്ള ഇൻറ്റൻഷൻ, ഉദ്ദേശം എന്താണ്, എന്ത് ഉദ്ദേശിച്ചാണ് അവർ എൻ്റെ വ്യൂവേഴ്സുമായിട്ട് റിലേഷൻഷിപ്പിൽ വന്നത്, എന്ത് തരം റിലേഷൻഷിപ്പ് ആയാലും ശരി, അവർ എൻ്റെ വ്യൂവേഴ്സുമായിട്ട് റിലേറ്റഡ് ആവാൻ ഉണ്ടായ ഉദ്ദേശം എന്താണ്, എന്തുദ്ദേശിച്ചാണ് അവർ റിലേഷനിൽ വന്നതെന്ന് പറഞ്ഞിട്ട്. Four of Swords, King of Wands, Lovers, good, 10 of Wands, 4 of Pentacles,
10 of Cups, 9 of Swords, 5 of Cups, Ace of Pentacles, 2 of Pentacles, Emperor, Hermit, Knight of Cups. ഇവിടെയും എനിക്കൊരു ചീറ്റിംഗ് എനർജിയേക്കാൾ കൂടുതൽ എന്താ പറയുക, അവരുടെ ലൈഫിൽ ഓൾറെഡി ഒരു വ്യക്തിയുണ്ട് എന്നുള്ള കമ്മിറ്റഡ് ആണ് ഇവിടെ എന്നാണ് എനിക്ക് കൂടുതലായിട്ടും കണക്ഷൻ കിട്ടുന്നത്. ഓക്കെ, കാരണം മിസ്സിങ് എനർജിയാണ്. അവിടെ ഒരു ഫാമിലിയുടെ കാർഡും നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അവിടെ ഒരു കമ്മിറ്റ്മെൻറ്റ് മറ്റെവിടെയോ അവർക്ക് ഉള്ളതായിട്ട് കാണുന്നു. അല്ലാതെ നിങ്ങളെ ചീറ്റ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ, അതായത് നിങ്ങളുമായിട്ടൊരു റിലേഷൻഷിപ്പിൽ ഇരിക്കെ തന്നെ മറ്റൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലേക്ക് പോകുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. കാരണം അവർ വളരെയധികം സ്ട്രെസ്സ് അനുഭവിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. നിങ്ങളോട് അവർക്ക് വളരെയധികം അട്രാക്ഷനാണ്, ബഹുമാനമാണ്. ഓക്കെ, നിങ്ങളുടെ കഴിവുകളെക്കുറിച്ച് അഭിമാനമാണ്, ഒരുപാട് സ്നേഹമാണ്. കാരണം ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനൊക്കെ അവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. ലവേഴ്സിൻ്റെ എനർജി വെച്ചിട്ട് അവർക്ക് ഒരുപാട് സ്നേഹം തന്നെയാണ് നിങ്ങളുടെ അടുത്ത്. പക്ഷേ സന്ദർഭങ്ങൾ അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ ഒരു സമ്മർദ്ദം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. തളർച്ച, എക്സോഷൻ തോന്നുന്നുണ്ട്. ഓക്കെ, മാനസികമായിട്ട് ഒരു തളർച്ച, ഒരു എക്സോഷൻ, ആലോചനകൾ കൊണ്ട് അവർക്ക് ഒരു ഭാരം തോന്നുന്നതായിട്ട് കാണുന്നു. മിസ്സിങ് എനർജി വളരെയധികം ഉള്ളതായിട്ട് കാണുന്നു. ഉറക്കമില്ലായ്മ കൊണ്ട് സഫർ ചെയ്യുന്നതായിട്ട് കാണുന്നു നിങ്ങളുടെ പേഴ്സൺ. 4 ഓഫ് പെൻറ്റക്കിൾസ്, വേണ്ട രീതിയിൽ നിങ്ങളോടുള്ള ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ ഒരു പക്ഷേ അവർക്ക് സാധിക്കുന്നുണ്ടാവില്ല. കാരണം അവിടെ ഒരു ഫാമിലിയുടെ പ്രസൻസ് കാണുന്നുണ്ട് 10 ഓഫ് കപ്സിൻ്റെ എനർജി വെച്ചിട്ട്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ പേഴ്സൺ കൂടുതലായും കാരണം എനിക്കിത് മാരീഡ് വ്യക്തിയായിട്ട് തന്നെയാണ് തോന്നുന്നത് കേട്ടോ. ഞാൻ അവിടെ പാരൻസ് എന്ന് ഞാൻ പറയില്ല. കാരണം മുകളിലും താഴെയുമുള്ള കാർഡ്സും കൂടെ വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. അവിടെ ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ ഒരു വൈഫിൻ്റെ പ്രസൻസ് കാണുന്നുണ്ട്. ഓക്കെ, ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക്, അതായത് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകാനും സാധിക്കുന്നില്ല, നിങ്ങളെ കളയാനും സാധിക്കുന്നില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനിൽ 2 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് അവിടെയും കളയാൻ വയ്യ, ഇവിടെയും കളയാൻ വയ്യ എന്നുള്ള സിറ്റുവേഷനാണ്. ടോട്ടലായിട്ട് ജഗ്ലിങ്ങിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതായിട്ടും, ഒരു സൈക്കിളിൽ പോവാണ്, 2 കയ്യിലും സാധനം വെച്ചിരിക്കുക, അതിനെ ബാലൻസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ചിലപ്പോൾ ഒരു പടി താഴും, ഒരു പടി മേലെ ഇരിക്കും, മറ്റേ കുറച്ച് കഴിയുമ്പോൾ മറ്റേ പടി താഴും, മറ്റേ കൈമേങ്ങളിലിരിക്കും അല്ലേ? അങ്ങനെ ഒരു ജഗ്ലിംഗ് അവരുടെ ലൈഫിൽ അവർ ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. എവിടേക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്ന് അറിയാൻ വയ്യാത്ത ഒരു സാഹചര്യം. അവിടെ റെസ്പോൺസിബിലിറ്റീസിൽ നിന്ന് കൈ കഴുകാൻ പറ്റില്ല, ഇവിടെ നിങ്ങൾ കളയാനും പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ. ഓക്കെ, അതൊരു ചീറ്റിംഗ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ വന്ന സമയത്ത് നിങ്ങൾക്കറിയാം ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളത്. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിലേക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, മിസ്സിങ് എനർജി വളരെ അധികമാണ്. നിങ്ങളുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ് വേണം, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസിലും ഇവർക്ക് ഷെയർ എടുക്കണം എന്നെല്ലാം ഇവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ വിചാരിക്കുന്ന ലെവലിൽ ഒരു എക്സ്പ്രഷൻ ഓഫ് ലവ് ഇവർക്ക് സാധിക്കാറില്ല എന്നുള്ളതാണ്. കാരണം അവിടെ ഈ ഫാമിലിയുടെ പ്രസൻസ് കാരണം ചിലരെങ്കിലും ഇഷ്ടം തുറന്ന് പറഞ്ഞു കാണാൻ സാധ്യതയില്ല. പറഞ്ഞിട്ടുള്ളവർ തന്നെ ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ അടുത്ത് പെരുമാറുന്നുണ്ടാവുക. അതായത് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ എന്നും മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ എന്നും കോണ്ടാക്ട് ചെയ്യുക എന്നുള്ള ഒരു സിറ്റുവേഷൻ അവർക്ക് സാധിക്കുന്നുണ്ടാവില്ല. സമയം സന്ദർഭവും നോക്കി മാത്രമേ ഇവർക്ക് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവുള്ളൂ. ഓക്കെ, ഇവർ ഒരുപാട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തിയാണ്. ഓക്കെ, അതുപോലെ തന്നെ അവരുടെ സോഷ്യൽ സ്റ്റാറ്റസും കൂടെ അവർക്ക് ആലോചിച്ചേ പറ്റൂ എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ് അവിടെ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ അങ്ങനത്തെ മേജർ ഡിഫറൻസസ് എല്ലാം കാണുമായിരിക്കും. കൾച്ചർ ഡിഫറൻസ് അങ്ങനെയൊക്കെ കാണുമായിരിക്കും. ഓക്കെ, അതും ഒരു പ്രശ്നമാണ് അവർക്ക്. ഓക്കെ, വേറെ ഒരു പ്രശ്നം അല്ലെങ്കിൽ അതൊരു പ്രശ്നമാണ് കേട്ടോ. അല്ല, തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ല അവിടുത്തെ പ്രശ്നമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരിക്കും പ്രശ്നമായിട്ട് വരുന്നത്. സോഷ്യൽ ഇമേജ് അല്ലെങ്കിൽ ഒരു ഏജ് ഗ്യാപ്പ്, നിങ്ങളുടെ ഇടയിൽ മേജറായിട്ട് ഒരു ഏജ് ഗ്യാപ്പ് കാണുമായിരിക്കും. ആ ഏജ് ഗ്യാപ്പിനെ കുറിച്ചും അവർ ബോധേഡാണ് എന്ന് കാണുന്നു കേട്ടോ. ഹെർമിറ്റ് വെച്ചിട്ട്
നിങ്ങളെപ്പറ്റി തന്നെയാണ് ധ്യാനിക്കുന്നത്. മിസ്സിംഗ് എനർജി ആണ് വളരെയധികം. കാരണം ഇവർക്ക് ഈ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ കിട്ടുന്നില്ല. ഉം. കാരണം രണ്ടും പാരലലായി മാത്രമേ അവിടെ ഫാമിലി ഉള്ളവർക്ക് രണ്ടും പാരലലായി മാത്രമേ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. മറ്റ് കാര്യങ്ങളാണെങ്കിൽ ഈ പറഞ്ഞ കാസ്റ്റ് കൾച്ചർ, റിലിജൻ, വേറെ എന്താണ് കൾച്ചർ അങ്ങനത്തെയൊക്കെ ഒരു വരുന്ന സമയത്ത് ഏജ് ഡിഫറൻസ് ആയാലും അത് വളരെയധികം ആലോചിക്കേണ്ട കാര്യമാണ് എന്നവർ ചിന്തിക്കുന്നു കേട്ടോ. അതിനെക്കുറിച്ച് ഓർത്ത് സ്ട്രെസ് എടുക്കുന്നതായിട്ടും കാണുന്നു. ഓക്കെ. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ചിലർക്കെങ്കിലും ഉണ്ട് കേട്ടോ. അതൊരു വലിയ ബോദറേഷൻ തന്നെയാണ്. പക്ഷെ അതും ഈ പറഞ്ഞ പോലെ ചീറ്റിംഗ് അല്ല. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അവർ ഓൾറെഡി ഫാമിലിയുള്ള കാര്യം നിങ്ങൾക്കറിയാം. നൈറ്റ് ഓഫ് കപ്സ് വെച്ച് എന്ത് തന്നെ ആയാലും നിങ്ങളുമായിട്ട് ഒരു ബാലൻസിൽ പോകണം. നിങ്ങൾക്ക് വിഷമമുണ്ടെങ്കിൽ അത് പറഞ്ഞ് പരിഹരിച്ച് നിങ്ങളെയും കൂടി ബാലൻസിലാക്കി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഇവർ ചിന്തിക്കുന്നത് കേട്ടോ. കുറച്ച് കാർഡ്സ് കൂടി എടുക്കാം. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഇൻറ്റൻഷൻസ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിനായിട്ട്. ഫൈൽ 2കാരുടെ പേഴ്സൻ്റെ ഇൻറ്റൻഷൻസ് എന്താണ് അവർക്കായിട്ട്. ഫൈൽ 2കാരുടെ ഇൻറ്റൻഷൻസ്. പേജ് ഓഫ് വാൻഡ്സ്, നൈറ്റ് ഓഫ് വാൻഡ്സ്, ദ വേൾഡ്. ലോങ് ഡിസ്റ്റൻസും ഒരു പ്രശ്നമാണ്. ഹാങ്ഡ് മാൻ ഞാൻ പറഞ്ഞില്ലേ. പേജ് ഓഫ് സ്വാർഡ്സ്, 3 ഓഫ് കപ്സ്. ഇവിടെ നിങ്ങളുമായിട്ട് എന്നും കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാവണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളെ ഒന്ന് ബ്ലോക്ക് ചെയ്യാനൊന്നും അവർ തീരുമാനിച്ചിട്ടില്ല. ബാലൻസ് ചെയ്ത് ഇടയ്ക്ക് വന്ന് കാണാൻ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ഉള്ളവരാണെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് ഒരു ബോദറേഷൻ ആണ്. ഓൺ ആൻഡ് ഓഫ് ആയിരിക്കും നിങ്ങൾ തമ്മിൽ വന്ന് കാണുന്നുണ്ടാവുക. പക്ഷെ കാണുന്ന സമയത്ത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, നിങ്ങളുമായിട്ട് സംസാരിക്കണം, ടൈം സ്പെൻഡ് ചെയ്യണം എന്നെല്ലാം അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ കാണുന്ന സമയത്ത് അതുപോലും ഈ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ഉള്ളവർക്ക് തമ്മിൽ കാണുന്ന സമയത്ത് പോലും മറ്റുള്ളവർ ചുറ്റും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരുപാട് പേര് ചുറ്റും ഉള്ളപ്പോഴായിരിക്കും നിങ്ങൾ തമ്മിൽ കാണുന്നുണ്ടാവുക. അത് ഡെയിലി കാണുന്നുണ്ടാവില്ല, എപ്പോഴെങ്കിലും ആയിരിക്കും കാണുന്നുണ്ടാവുക. അതും ഒരു ബോദറേഷൻ ആണ് കേട്ടോ. അതുകൊണ്ട് തുറന്ന് സംസാരിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല. നിങ്ങൾ കൂടുതലായും മെസ്സേജസ് വഴി, ചാറ്റ് വഴി, മൊബൈൽ വഴി അങ്ങനെ ആയിരിക്കും കണക്റ്റഡ് ആയിട്ടുണ്ടാവുക കേട്ടോ. ആ ഒരു ഓൺലൈൻ റിലേറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് കൂടുതലായിട്ടും കാണുന്നത്. പേജ് ഓഫ് സ്വാർഡ്സ് വെച്ചിട്ട് വീണ്ടും ഒരു ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റി, ഓൺലൈൻ അപ്ഡേറ്റ്സ് ചെക്ക് ചെയ്യൽ, അങ്ങനെയൊക്കെ തന്നെയാണ് എനിക്ക് കൂടുതലായിട്ടും കാണുന്നത്. പിന്നെ നിങ്ങളുടെ പേഴ്സൺ ഉണ്ടല്ലോ കുറച്ച് കുട്ടിത്തരം കാണിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും കേട്ടോ. അത് ചെറുപ്പം മനസ്സിൽ സൂക്ഷിക്കുന്ന, കുഞ്ഞു കുട്ടികളെ പോലെ പെരുമാറുന്ന, കളി തമാശകൾ കൂടുതൽ പറയുന്ന അങ്ങനെ ഒരു വ്യക്തിയായിരിക്കാം. ഓക്കെ. അവരുടെ ആ സ്വഭാവമൊക്കെയാണ് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് തോന്നിയിട്ടുണ്ടാവുക കേട്ടോ. അതേപോലെ ഹാങ്ഡ് മാൻ വെച്ചിട്ട് ഈ സിറ്റുവേഷനിൽ പലർക്കും ലോങ് ഡിസ്റ്റൻസ്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, സോഷ്യൽ സ്റ്റാറ്റസ്, അങ്ങനെ എക്സെട്ര എക്സെട്ര, അതെല്ലാം ഒരു തടസ്സമായിട്ടാണ് അവിടെ ഫീൽ ചെയ്യുന്നത്. അവിടെ അവർ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഒരിക്കലും നിങ്ങളെ പറ്റിച്ചിട്ട് പോകണമെന്നുള്ള ചിന്തയിലൊന്നും അല്ല. പക്ഷേ ഈ ഫാക്ടേഴ്സ് എല്ലാം അവരെ ബോദർ ചെയ്യുന്നുണ്ട്. ഓക്കെ. ചീറ്റിംഗ് എനർജി ആണോ ചോദിച്ചാൽ അത് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. എനിക്ക് ചീറ്റിംഗ് ആയിട്ട് തോന്നുന്നില്ല, കാരണം ഇതെല്ലാം ഇവർ നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്ത് കാണണം. പക്ഷേ ഈ സോഷ്യൽ സ്റ്റാറ്റസ് ആ ഒരു ഇത് വരുമ്പോഴത്തേക്കും ഞാൻ അത് ചോദിക്കും. അത് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ റിലേഷൻഷിപ്പിലേക്ക് വന്നത്, അപ്പം അത് സോൾവ് ചെയ്യാനുള്ള ബാധ്യത അവർക്കില്ലേ എന്ന് ഞാൻ ചോദിക്കും. പക്ഷെ ബാക്കി കാര്യങ്ങൾ ലൈക്ക് ഒരു കുടുംബമുണ്ട്, ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അതൊക്കെ വരുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല അല്ലേ. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ്, കൾച്ചർ ഡിഫറൻസ്, കാസ്റ്റ് കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ്, അതൊക്കെയാണ് അവിടെ തടസ്സമെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പേഴ്സണ് തീരുമാനം എടുക്കാവുന്നതേ ഉള്ളൂ. വീൽ ഓഫ് ഫോർച്യൂൺ സിറ്റുവേഷൻസ് മാറി വരും എന്ന് തന്നെ ഉറച്ചു വിശ്വസിച്ചിട്ടാണ് അവർ ഇരിക്കുന്നത്. എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. എന്ത് തരം സിറ്റുവേഷൻ ആയാലും അതെല്ലാം മാറി ഒരു ഗുഡ് ലക്ക് സിറ്റുവേഷനിലേക്ക് വരും എന്ന് ഹോപ്പ് ചെയ്ത് തന്നെയാണ് അവർ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിക്കൂ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ചീറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന്. ഓക്കെ. ഇവിടെ മറ്റൊരു റിലേഷൻഷിപ്പിൽ പോയി പെട്ടിട്ട് നിങ്ങളെ സൈഡ് ട്രാക്ക് ചെയ്യുന്നതായിട്ടൊരു കാർഡ് എനിക്ക് കിട്ടിയില്ല. ഓക്കെ.
അതായത് ശരി അവിടെ ഒരു ഫാമിലി ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ. ആ ഫാമിലിയും നിങ്ങളും അല്ലാതെ മൂന്നാമതൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ അഡീഷണൽ ആയിട്ടുള്ളതായിട്ട് എനിക്കിവിടെ കിട്ടിയില്ല. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിംഗ്. ഇന്ന് ഞാൻ ഇനിയിപ്പോൾ മെസ്സേജസ് ഒന്നും എടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. കമൻറ്റ് തീർച്ചയായിട്ടും ചെയ്യുക. അതേപോലെ ഹൈപ്പും കൂടെ ഒന്ന് ചെയ്തു തരണം കേട്ടോ. അതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ.